പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസും അഹമ്മദാബാദിലെ സബർമതി ആശ്രമം സന്ദർശിച്ച് മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ചരിത്രപ്രസിദ്ധമായ ആശ്രമത്തിൽ രാഷ്ട്രപിതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം അന്താരാഷ്ട്ര പട്ടം പറത്തൽ ഉത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇരു നേതാക്കളും സബർമതി നദീതീരത്ത് എത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ സൈറ്റായ ട്രൂത്ത് സോഷ്യലിൽ വെനിസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന പദവിയിൽ തന്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രൂത്ത് സോഷ്യലിൽ വന്ന പോസ്റ്റിൽ മിസ്റ്റർ ട്രംപിന്റെ ഔദ്യോഗിക ഛായാചിത്രവും തുടർന്ന് വെനിസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് 2026 ജനുവരിയിൽ അധികാരമേറ്റയാൾ എന്ന പദവിയും ഉണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിഷേധക്കാർക്കു വേണ്ടി ഇടപെടുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുമെന്ന് ടെഹ്റാൻ ഭീഷണിപ്പെടുത്തിയതോടെ ഇറാനിലെ UN ആക്രമണത്തിൽ 500-ലധികം പേർ കൊല്ലപ്പെട്ടതായി ഒരു അവകാശ സംഘടന പറഞ്ഞു. അതേസമയം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ പിന്തുണച്ച് ഇറാൻ സർക്കാർ രാജ്യവ്യാപകമായി മാർച്ചുകൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പട്ടികയുടെ നിലവിലുള്ള സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ ഭാഗമായി തന്റെ ഐഡന്റിറ്റി സ്ഥാപിക്കുന്നതിനായി ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ട് മുൻ നാവികസേനാ മേധാവി അഡ്മിറൽ അരുൺ പ്രകാശിന് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. വിരമിച്ചതിനു ശേഷം ഗോവയിൽ സ്ഥിരതാമസമാക്കിയ അഡ്മിറൽ പ്രകാശ് ആവശ്യമായ വിവരങ്ങൾ ഉണർത്തുന്നില്ലെങ്കിൽ SIR ഫോമുകൾ പരിഷ്കരിക്കണമെന്ന് പറഞ്ഞു.